ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈവർ എക്സാമുകൾക്ക് ചോദിച്ച ഇപ്പോൾ ഫോഴ്സ് ഡ്രൈവർ എക്സാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫോഴ്സ് ഡ്രൈവർ എക്സാമുകൾക്ക് ചോദിച്ച സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട PYQs ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ശരി, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് ഉണ്ട്: നിശാന്തത, വർണ്ണാന്തത, തിമിരം, ചെങ്കണ്ണ്. ഈ പറയുന്ന 4 രോഗങ്ങളും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഈ പറയുന്ന 4 രോഗങ്ങളും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതിൽ നിശാന്തത എന്ന് പറയുന്നത് നമുക്കറിയാം, വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രി കാഴ്ചശക്തി ഇല്ലാതാവുന്ന അവസ്ഥയാണ് നമ്മൾ നിശാന്തത എന്ന് പറയുന്നത്. ഇനി വർണ്ണാന്തത എന്ന് പറയുന്നത് അതെന്താണ്? ഒരു ജനിതക രോഗമാണ്. വർണ്ണാന്തത എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക രോഗമാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അടുത്ത തിമിരമോ? തിമിരവും ഈ പറയുന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്, നമ്മുടെ ലെൻസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ്. ചെങ്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ കൺജങ്ക്റ്റിവിസ്, അതിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. അപ്പം ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിതക രോഗമായിട്ടുള്ള വർണ്ണാന്തതയാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയാണ് എന്തെന്ന് പറയുന്നത്? കൂട്ടത്തിൽ പെടാത്തവരെണ്ണം കണ്ടെത്തണം. അപ്പൊ അതിലെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വർണ്ണാന്തത. ജനിതക രോഗമായിട്ടുള്ള വർണ്ണാന്തതയാണ് കൂട്ടത്തിൽ പെടാത്തത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി വർണ്ണാന്തതയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ വർണ്ണാന്തത എന്ന് പറയുന്നത്? പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക നിറങ്ങൾ പച്ച, നീല, ചുവപ്പ് അല്ലെ, പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക നിറങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഈ വർണ്ണാന്തത ഉള്ളവർക്ക് ജനിതക രോഗമാണ്. ജീനുകളുടെ വൈകല്യം മൂലം ഈ പറയുന്ന പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ജനിതക വൈകല്യം മൂലം പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ ഏത് നിറം തിരിച്ചറിയാം? നീല നിറം തിരിച്ചറിയാം. ആ ജനിതക രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. എന്താണ്? വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക നിറങ്ങളായിട്ടുള്ള പനിച്ചു, പച്ച, നീല, ചുവപ്പില് നീല നിറം തിരിച്ചറിയാം. പക്ഷെ പച്ച, ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്: വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രാഥമിക നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നീല നിറമാണ്. കിട്ടിയില്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കൊള്ളുക: വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. നമുക്കറിയാം, വൃക്കകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കകളാണ്. ആ വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാലാണ് നെഫ്രോൺ. വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്രോൺ ആണ്. ഇനി യൂറോക്രോം എന്ന് പറയുന്നത് എന്താ? യൂറോക്രോം എന്ന് പറയുന്നത് നമ്മുടെ യൂറിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവിനെ വിളിക്കുന്ന പേര് യൂറോക്രോം എന്നാണ്. പിന്നീട് യുറീമിയ എന്താണ്? യുറീമിയാണ് 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് യുറീമിയ. 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് യുറീമിയ. പിന്നീട് ഹെമറ്റൂറിയയോ? യൂറിനിലൂടെ ഈ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹെമറ്റൂറിയ എന്ന് കൂടി മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? യൂറോക്രോം എന്ന് പറയുന്നത് യൂറിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു. യുറീമിയ എന്ന് പറയുന്ന 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ. ഹെമറ്റൂറിയ എന്ന് പറയുന്ന യൂറിനിലൂടെ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഹെമറ്റൂറിയയും. നെഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഫ്രോണുമാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം: ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഒരു വസ്തു, നമുക്കറിയാം ഊർജം, ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമാണ്. ഉയരത്തിലിരിക്കുന്ന വസ്തുവിന്റെ ഊർജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജമാണ്. അത് താഴേക്ക് വീഴുമ്പോൾ അതിന് ചലിക്കുവാണല്ലോ. താഴേക്ക് വീഴുമ്പോൾ അതിന് ലഭിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും ചെയ്യുന്നു, കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. അതായത്
സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കൂടുന്നു, അല്ലേ? സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കൂടുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. കൺസെപ്റ്റ് കിട്ടിയോ? ഉയരത്തിലിരിക്കുമ്പോൾ സ്ഥിതികോർജമാണ്, ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കൂടുന്നു. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ രണ്ടറകളെ വെൻട്രിക്കിൾ എന്നും താഴത്തെ രണ്ടറകളെ ഏട്രിയം എന്നും പറയുന്നു. തെറ്റല്ലേ? അതായത് മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് നമുക്കറിയാം. ആ 4 അറകളിൽ മുകളിലുള്ള അറകളെയാണ് നമ്മൾ ഏട്രിയം എന്ന് വിളിക്കുന്നത്. ഏട്രിയം. താഴെയുള്ള അറകളാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മുകളിലത്തെ അറയെ വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. തെറ്റാ. മുകളിലത്തെ അറയെ ഏട്രിയം എന്നും താഴത്തെ അറയാണ് എന്തെന്ന് പറയുന്നത്? വെൻട്രിക്കിൾ എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കിക്കൊള്ളുക. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന SI നോഡാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഹൃദയം അല്ലെങ്കിൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഇവിടെ വലത് ഏട്രിയത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. അതേ വിളിക്കുന്ന പേരാണ് SI നോഡ് എന്ന് പറയുന്നത്. SI നോഡ്. ആ SI നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലെ ഹൃദയം എന്ന് വിളിക്കുന്നത്. സൂചിച്ചിട്ടുണ്ട്. ഹൃദയത്തിനുള്ളിലെ ഹൃദയം എന്നറിയപ്പെടുന്ന ആര്? SI നോഡാണ്. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ആര്? SI നോഡാണ്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ്? കറക്റ്റാണ്. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന SI നോഡാണ്. അടുത്ത ചോദ്യം എന്താണ്? ധമനികളിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. നോക്കിക്കൊള്ളുക. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. ആ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട്, അല്ലേ? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ ധമനി എന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ സ്ഥിര എന്നും പറയുന്നു. ഇപ്പം എന്താ ധമനി സ്ഥിര എന്ന് പറയുന്നത്? ഇത്രേ ഉള്ളൂ. ഹൃദയത്തിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഇവിടെ ധമനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധമനികളിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇവിടെ നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, ചുരുങ്ങുമ്പോൾ ഉയർന്ന വേഗത്തിലായിരിക്കത്തില്ലേ ധമനികളിലൂടെ രക്തം ഒഴുകുന്നത്? അല്ലെ? ഉയർന്ന വേഗത്തിലായിരിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. കണ്ടോ? ധമനികളിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. കനം കൂടിയ ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകണമെങ്കിൽ ധമനിയുടെ ഭിത്തി എങ്ങനെയുള്ളതായിരിക്കണം? കനം കൂടിയതായിരിക്കണം. ധമനികളിലൂടെ ഒഴുകുന്ന, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനി എന്ന് പറയുന്നത്. ധമനികളിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം പോകണമെങ്കിൽ ധമനിയുടെ ഭിത്തി എങ്ങനെയുള്ളതായിരിക്കണം? കട്ടി കൂടിയതായിരിക്കണം. ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. BCD ആണ് ശരിയായിട്ടുള്ളത്. കണ്ടോ? കൺസെപ്റ്റ് ബേസ്, നമ്മൾ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് സയൻസിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് എങ്ങനെ ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് വന്നാലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. ജീവികളും ഹൃദയത്തിൻ്റെ അറകളുമാണ്. നമുക്കൊരു പോയിന്റ് അറിയാം. മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം 2 ആണ്. അതായത് D2 വരുന്ന ഓപ്ഷൻ ഒറ്റൊരെണ്ണേ ഉള്ളൂ. D2 വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കണ്ടോ? അതായത് പാറ്റയിൽ 13 പാർശ്വ ഹൃദയങ്ങളുണ്ട്. പാറ്റയിൽ. പല്ലിയിൽ 3 ഹൃദയ അറകളുടെ എണ്ണം 3. പക്ഷിയിലാണെങ്കിൽ 4 ആണ്. മത്സ്യത്തിലാണെങ്കിൽ എന്താണ്? 2 ആണ്. അതാണ് ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ സി. നല്ലൊരു ചോദ്യമല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. വൈറസുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വൈറസുകൾ നമുക്കറിയാം. നമ്മുടെ വൈറസുകൾ എന്ന് പറയുന്നത് ആ വൈറസിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ DNA ആയിരിക്കും, അല്ലെങ്കിൽ RNA ആയിരിക്കും. പിന്നീട് ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. ഒരു DNA കാണും, RNA കാണും, ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. അത് DNA ആണ് എങ്കിൽ DNA വൈറസ്, RNA ആണ് എങ്കിൽ RNA വൈറസ്. അതേപോലെ ഒരു പ്രോട്ടീൻ കോട്ടും അതിനുണ്ടാവും. അതാണ് വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. DNA ഒന്നെങ്കിൽ RNA, അതേപോലെ തന്നെ ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. വേറെ ഒന്നും ഈ പറയുന്ന വൈറസിനില്ല. പ്രോട്ടീൻ കോട്ടിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്നു. ശരിയല്ലേ? അല്ല, ഒരു പ്രോട്ടീൻ കോട്ടും ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA. DNA ആണെങ്കിൽ DNA വൈറസ്, RNA ആണെങ്കിൽ RNA വൈറസ്. വൈറസുകളിൽ എല്ലാ കോശങ്ങളും കാണപ്പെടുന്നു. ഞാൻ പറഞ്ഞു ആകെ ഇത്രേ ഉള്ളൂ. DNA ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇല്ല, വേറെ കോശാംഗങ്ങളൊന്നും അതിനകത്തില്ല. കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് വൈറസുകൾ പെരുകുന്നു. ശരിയാണ്. ഈ വൈറസുകൾ ഏത് ജീവിയുടെ, ഏത് ഹോസ്റ്റിൽ പ്രവേശിക്കുന്നോ അതിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് പെരുകുന്നത്. അത് ശരിയാണ്. അടുത്ത് നോക്കിക്കൊടുക്കുക.
ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും ജീവജാലങ്ങൾ, ജന്തുക്കൾ, ഈവൻ ബാക്ടീരിയനെ വരെ ഈ പറയുന്ന വൈറസുകൾ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ്. ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3 ശരിയായിട്ടുള്ളത്. കണ്ടോ? കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് സയൻസിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ശരിയും തെറ്റും നോക്കിക്കൊള്ളുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസുകളാണ്. ശരിയല്ലേ? എയ്ഡ്സ് പരത്തുന്നത് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയുന്ന വൈറസും നിപ്പ പരത്തുന്നത് വൈറസ് രോഗവുമാണ് അല്ലേ? എയ്ഡ്സ് എന്ന അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, എയ്ഡ്സ് പരത്തുന്ന വൈറസ് HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പം അത് ശരിയാണ്. അടുത്തത്, ക്ഷയം എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയാണ് അല്ലെ? രോഗങ്ങളുടെ രാജാവ് എന്നാണ് ക്ഷയം അറിയപ്പെടുന്നത്. ക്ഷയം പരത്തുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. എലിപ്പനി പരത്തുന്നത് ലെപ്റ്റോസ്പൈറ. ഏതാ? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, അടുത്തത്, ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് അല്ലേ? ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയൽ രോഗമാണ് അല്ലേ? മലമ്പനി എന്ന് പറഞ്ഞ പ്രോട്ടോസോ വരുന്ന രോഗമാണ്. അപ്പോൾ അത് വൈറസ് രോഗം എന്ന് പറഞ്ഞ മിസ്റ്റേക്കാണ് അല്ലേ? തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ഡെങ്കിപ്പനി എന്ന് പറയുന്ന വൈറസ് രോഗമാണ്, ചിക്കൻഗുനിയം വൈറസ് രോഗമാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം എന്താണ്? തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കൊള്ളുക. എന്താണ്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ജീവകം എ, വിറ്റാമിൻ എ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. കറക്റ്റ് അല്ലേ? വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. ഇനി ജീവകം സി റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നു. അല്ല, ജീവകം സി ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അത് തെറ്റാ അല്ലേ? ഇനി ജീവകം B1 തയാമിൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. ജീവകം ടോക്കോഫിറോൾ, ടോക്കോഫിറോൾ അതും ശരിയാണ്. ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ശരിയല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. കണ്ടോ? നല്ല ആക്ച്വലി സയൻസിൽ നിന്ന് മാർക്ക് വാങ്ങാനായിട്ട് വളരെ ഈസിയാണ്. കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ സയൻസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളെ നാശത്തിന് കാരണമാകുന്ന രോഗം. ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നോക്കിക്കൊള്ളുക. നമുക്ക് ബ്രെയിൻ ട്യൂമർ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. അപസ്മാരം എന്ന് പറയുന്നത് ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന രോഗം, അതും എലിമിനേറ്റ് ചെയ്യാം. അൾഷിമേഴ്സും ഉണ്ട്, പാർക്കിൻസൺസും ഉണ്ട്. അൾഷിമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അൾഷിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. അൾഷിമേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ഇനി ഡോപ്പാമിൻ എന്ന് പറയുന്ന നാഡീപ്രേഷണത്തിൻ്റെ കുറവ് മൂലം ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർക്കിൻസൺസ് ആണ്. കിട്ടിയല്ലോ? അൾഷിമേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. പാർക്കിൻസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് എന്ന് മനസ്സിലാക്കുക. ഡോപ്പാമിൻ എന്ന് പറയുന്ന നാഡീപ്രേഷണത്തിൻ്റെ കുറവ് മൂലം ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർക്കിൻസൺസ് ആണെന്നുകൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഈസിയാണ്. സയൻസിൽ നിന്ന് നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അല്ലെങ്കിൽ ഫോഴ്സിലോട്ടുള്ള ഡ്രൈവർ എക്സാമുകളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ CPOയുടെ തന്നെ എക്സ് സർവീസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഫയർമാൻ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ആ അവസരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളിങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടില്ല, അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുക. ചിലതിൻ്റെ ഡേറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അത് കറക്റ്റായിട്ട് പഠിക്കണം. കാരണം നമ്മുടെ സിലബസ് അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവർ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ്, അല്ലെങ്കിൽ പണ്ട് ഈ ഡ്രൈവർ എക്സാമുകളുടെ കട്ട് ഓഫ് കൂടി വരുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷൻ കൂടുന്ന അനുസരിച്ച് വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ഡ്രൈവർ എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച്, ഈ പറയുന്ന എല്ലാ ഡ്രൈവർ എക്സാമുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക?
താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും താങ്ക് യു സോ മച്ച്.